ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഹലോ വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രിയും നമുക്ക് ഒരുമിച്ചിരിക്കുവാൻ അല്പസമയം കിട്ടിയതിനായിട്ട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ഒരനുഗ്രഹമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ഉത്സവങ്ങളെ പറ്റിയാണ്. എന്താണ് ഉത്സവം? ഈ വൃശ്ചിക മാസം തുടങ്ങുന്ന ആ സമയം തൊട്ട് അങ്ങോട്ട് ഉത്സവങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് കേരളത്തിൽ. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കണ്ണൂർ മുതൽ തെക്കേ അറ്റമായ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ഉത്സവങ്ങൾ കൊണ്ട് നിറയുക. ക്ഷേത്രങ്ങളെല്ലാം, ആ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങളാണ്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളായാലും ശരി, അതുപോലെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളായാലും ശരി, എല്ലായിടത്തും ഉത്സവങ്ങളാണ്. എന്നാൽ എന്താണ് ഈ ഉത്സവം? എന്തിനാണ് നമ്മൾ ഈ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത്? ഇതിനെയൊക്കെ നമ്മൾ അല്പം അറിഞ്ഞിരിക്കണം. കേരളീയരായ നമ്മൾക്ക് ഇതിനെപ്പറ്റി അല്പം ബോധമുണ്ടായേ പറ്റൂ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഉത്സവം എന്ന് പറയുന്നത് ഒരു സംസ്കൃതബദ്ധമായ ഉത്സവത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനർത്ഥം സന്തോഷകരമായ സന്ദർഭം എന്നാണ്. സംസ്കൃതത്തിലുള്ള ഒരു വാക്കുണ്ട്, അതായത് ഉത് എന്നാണ്. ഈ ഉത്തിൽ നിന്നാണ് ഉത്സവം ആവിർഭവിച്ചത്. ഈ സഭ എന്ന് പറഞ്ഞാൽ ദുഃഖമെന്നാണ്. അപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിനെ നീക്കാനുള്ള ഒരു പ്രക്രിയ. ഇതാണ് ഉത്സവം. അപ്പോൾ അങ്ങനെ ഇത് ഉത്സവങ്ങൾ തന്നെ പല വിധത്തിലുണ്ട്. വാരോത്സവങ്ങളുണ്ട്, അത് ആഴ്ചയിൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളുണ്ട്. മഹോത്സവമുണ്ട്, വർഷത്തിൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളുണ്ട്. അങ്ങനെ ഉത്സവങ്ങൾ പല വിധമുണ്ട്. ഇത് ക്ഷേത്ര ഉത്സവങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമ്മൾ അല്ലാതെ ഉത്സവങ്ങളിലേക്ക് കയറുവാണെങ്കിലോ, കേരളത്തിലെ ഉത്സവ ആഘോഷങ്ങളായിട്ടുള്ള ഈദുണ്ട്, ക്രിസ്മസ് ഉണ്ട്, വിഷു ഉണ്ട്. ഇതെല്ലാം കേരളീയപരമായ ഉത്സവങ്ങളാണ്. അതൊക്കെ നമുക്ക് ആഹ്ലാദങ്ങളും അതുപോലെ മനസ്സിന് സന്തോഷം കൊണ്ട് നിറയുന്നതായ ഈ സീസണുകളെല്ലാം. അതുപോലെ തന്നെ കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണം, അതുപോലെ വിഷു ഉണ്ട്, നവരാത്രി ഉണ്ട്, ദീപാവലി ഉണ്ട്, ശിവരാത്രി ഉണ്ട്, പിന്നെ ബക്രീദ് ഉണ്ട്, റംസാൻ ഉണ്ട്, മൊഹറമുണ്ട്, മിലാദ് ഷെരീഫ് ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്. ഇവയെല്ലാം പലവിധ ഐതിഹ്യങ്ങളാലും പുനരുജ്ജീവനത്താലും ഉണ്ടായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം ഓരോരോരോ കഥകളുണ്ട്, അതിൻ്റെ പുറകിലിരിക്കുന്ന സത്യങ്ങളുണ്ട്. ഇതെല്ലാം ആ ഉത്സവങ്ങൾ കൊണ്ട് കേരളത്തെ നിറച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഓണത്തിനെ പറ്റി പറയുമ്പോൾ അതൊരു ദേശീയ ഉത്സവമാണ് നമ്മൾ. അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലം നമ്മൾ അധ്വാനത്തിൻ്റെ കൂട്ടിവെച്ചിരിക്കുന്ന എല്ലാം എടുത്തിട്ട് അന്ന് ആ 10 ദിവസം നമ്മൾ ആഘോഷിക്കുക. അത്തം മുതൽ ഇങ്ങോട്ട് വീടുകളിലെ ആഘോഷങ്ങളാണ് അല്ലേ. അന്ന് നമുക്ക് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നമുക്ക് അരിയൊക്കെ കിട്ടി, നെല്ലൊക്കെ നമ്മൾ കൊയ്തെടുത്തിട്ട് അത് പുഴുങ്ങി അരി ഉണ്ടാക്കി, അതുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത് അന്ന് പണ്ടൊക്കെ. ഇന്ന് അതെല്ലാം മാറി. അപ്പോൾ അങ്ങനെ ആ ഓണം ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം വന്ന്, ഇന്ന് എൻ്റെ ചെറുപ്പത്തിലെ കാര്യം ഞാൻ ഓർക്കുക. ആ ഓണ ദിവസങ്ങളിൽ ഉത്രാടം മുതൽ ഇങ്ങോട്ട് ബന്ധുക്കളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ആ ദിവസങ്ങളിലൊക്കെ എന്ത് സന്തോഷമാണ്. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഓണമെല്ലാം അങ്ങ് ചുരുങ്ങി. ഹോട്ടലുകളിലൊക്കെ ഓണസദ്യയായിട്ട് മാറി. വീടുകളുണ്ടാക്കുന്ന സദ്യയൊക്കെ പാടെ മാറി. ഓണത്തിൻ്റെ ആ ദേശീയത തന്നെ അങ്ങ് മാറിപ്പോയി. അതുപോലെ ആ ഓണം കഴിയുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് ഈ വിഷു വരുന്നു. നമുക്കൊക്കെ വിഷു കൈനീട്ടം കിട്ടുന്ന അല്ലേ. അപ്പോൾ അതിൻ്റെ പുറകിലൊരു സത്യമുണ്ട്. ആ വിഷുവിൻ്റെ പുറകിലും സമ്പൽ സമൃദ്ധിയുടേതാ വിഷു എന്ന് പറയുന്നത്. അന്നൊരു ദിവസം നമ്മൾ കണി കാണുന്നതൊക്കെ സമ്പൽ സമൃദ്ധിയുടെ ആണെന്നുള്ളതാണ് നമ്മുടെ കേരളീയയുടെ വിശ്വാസം. അതുപോലെ നവരാത്രി സംഗീതത്തിൻ്റെ. അപ്പം അങ്ങനെ അടുത്തതായിട്ട് വരുന്നുണ്ട് ദീപാവലി വരുന്നുണ്ട്. അതായത് നമ്മളുടെ പുതിയ ജീവിതത്തിനെ കുറിച്ചുള്ള ദീപാവലി എന്ന് പറഞ്ഞാൽ അസുരന്മാരെ നിഗ്രഹിച്ച് നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കും. ഇതൊക്കെ ഓരോ ഐതിഹ്യങ്ങളാണ് അതിൻ്റെ പുറകിലായിട്ടുള്ളത്. അതുപോലെ ശിവരാത്രിയുണ്ട്, ബക്രീദുണ്ട്. അങ്ങനെ പലവിധ
ഉത്സവങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാ കേരളം. എന്നാൽ ഞാനിത് നിങ്ങളോട് സംസാരിക്കാൻ കാരണം, ഇന്ന് എന്താ ഉത്സവത്തിൻ്റെ ഒരു രീതി? ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ അവിടെ നടക്കും. അപ്പോൾ തന്നെ മറ്റുവിധ കലാപരിപാടികൾ അവിടെ നടക്കും. ആ കലാപരിപാടികളുടെ ഇടയ്ക്ക് കുത്തും വെട്ടും, മനുഷ്യരെ പട്ടിയെപ്പോലെ കൊല്ലുന്നൊരവസ്ഥ, ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉത്സവങ്ങളുടെ എന്താണോ ഉത്സവം കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണോ ആ ഉത്സവത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ മറന്നിട്ട് പരസ്പരം വൈരാഗ്യമുള്ളവരായിട്ട് തീരുക. വീട്ടിലുള്ള കുടുംബ വഴക്ക് തീർക്കുന്നത് ഉത്സവപ്പറമ്പിൽ, കൂട്ടുകാർ തമ്മിലുള്ള ശത്രുത തീർക്കുന്നത് ഉത്സവപ്പറമ്പിൽ, രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുന്ന ഉത്സവപ്പറമ്പിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ കലഹമുണ്ടെങ്കിൽ അത് തീർക്കുന്ന സ്ഥലങ്ങളിൽ, കൊട്ടേഷൻ ടീമുകളുടെ വിഷയങ്ങളുണ്ടെങ്കിൽ അതും തീർക്കുന്ന ഉത്സവപ്പറമ്പുകളിൽ. ഇങ്ങനെ ഉത്സവപ്പറമ്പുകളൊക്കെ ക്രൂരതയുടെ കൂത്തരങ്ങളായിട്ട് മാറിയിരിക്കും. ഇത് എനിക്കും നിങ്ങൾക്കും ഇത് അറിയാം, പക്ഷേ ഇതൊന്നും പ്രതികരിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഇപ്പോൾ ഉത്സവത്തിൻ്റെ രീതികൾ എന്താണോ, ഉത്സവം എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അതെല്ലാം മാറി മറിഞ്ഞു. ഇന്ന് അതൊക്കെ വെറും ചടങ്ങുകൾ മാത്രമായിട്ട് മാറി. പണ്ടൊക്കെ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. ഇപ്പോൾ വെളിസ്ഥലങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ വീട്ടിൽ വന്നുകൂടി അവരെല്ലാം ഒരുമിച്ച് താമസിച്ച് ഉത്സവത്തിനാണ് ആ സ്ഥലത്തുള്ള എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുമ്പോൾ നമ്മൾക്കെല്ലാം എന്ത് സന്തോഷം, എന്ത് ആനന്ദകരമാണ്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി മറിഞ്ഞു. കേരളത്തിൽ കണ്ടുവരുന്ന സംഭവങ്ങളാണ്. അവിടെ എല്ലാം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കും, ഗാനമേള നടക്കുന്നു, കത്തിക്കുത്ത്. കഴിഞ്ഞ ദിവസം റിമി ടോമി എന്ന് പറയുന്ന പ്രശസ്തിയായ ഗായിക ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ, അവർ ഓടിയെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഉത്സവപ്പറമ്പുകളിൽ നടക്കുന്ന സംഭവങ്ങൾ. വിശ്വസിച്ചത് കുടുംബസമേതം ഒരു ഉത്സവത്തിലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുമ്പോൾ ചെല്ലാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാ? ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ ചേതോവികാരം? ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയരെ. ഉത്സവങ്ങൾ എന്തുമായിക്കോട്ടെ, ആഘോഷങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷെ അത് മാനവികതയുടെയാണെന്നും സ്നേഹത്തിൻ്റെയാണെന്നും സന്തോഷത്തിൻ്റെയാണെന്നും സമാധാനത്തിൻ്റെയാണെന്നും നമ്മൾ മനസ്സിലാക്കി ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ധന്യരായിട്ട് മാറുന്നത്. ഈ ഉത്സവങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും നമുക്കത് കാണാം. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ് പള്ളികൾ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ് മോസ്കുകൾ, എല്ലാം അത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഈ ഹൈന്ദവ സംസ്കാരത്തിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരങ്ങളുള്ളതുപോലെ ഒന്നും വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തമ്മിൽ സ്നേഹിക്കുന്ന ഒരു സ്ഥലം വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റും? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓണത്തിന് മുസ്ലിം സഹോദരന്മാർ നമ്മുടെ വീട്ടിൽ വരും, ക്രൈസ്തവ സഹോദരന്മാർ നമ്മളുടെ വീട്ടിൽ വരും, ക്രിസ്മസിന് നമ്മൾ അവരുടെ ഭവനത്തിൽ ചെല്ലും, ബക്രീദ് ഇതുപോലുള്ള ആഘോഷങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെല്ലും. അപ്പം അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടും കഴിഞ്ഞിരുന്ന ഒരു കാലമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും അതുണ്ട്, എങ്കിലും ഇതൊക്കെ ഒരു യാന്ത്രികമായിട്ട് മാറിയിരിക്കുക. പല സ്ഥലങ്ങളിലും ഉത്സവ സ്ഥലങ്ങളിലും ഈ പറയുന്ന രീതിയിലുള്ള ക്രൂരതയുടെ പ്രതീകമായിട്ട് മാറിയിരിക്കുന്ന, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ മാറിയിരിക്കുക. പക്ഷെ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകണം. ഇത് ഞാനും നിങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതല്ലെങ്കിൽ അതെങ്ങനെയേ തന്നെ തുടരും. ഇന്നത്തെ തലമുറയിൽ ഈ മയക്കുമരുന്നുകളും അതുപോലുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉത്സവ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ കൂത്താടി നടന്നിട്ട് അടിയുണ്ടാക്കി അതുപോലുള്ള വിഷയങ്ങളുണ്ടാക്കി കുത്തുകളും ഒക്കെ ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും പറയും പോലീസുകാർ വിചാരിച്ച് നടക്കത്തില്ല. അതെങ്ങനെ നടക്കുന്നത്? അവർ മനുഷ്യരല്ലേ, നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവരും. അപ്പം ഞാനും നിങ്ങളും ഈ ഉത്സവം നടത്തുന്നവരും എല്ലാവരും ഒരു മനസ്സോടെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 10 മണി വരെ മൈക്ക് വരെ പ്രവർത്തിക്കാനുള്ള ഒരു
സന്ദർഭം കൊടുത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ വിഷയം ഉണ്ടാകണ്ടെന്ന് കരുതി ഗവൺമെൻറ് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നടപടികൾ എടുക്കുന്നത്. മറ്റൊന്ന് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 4 മണി വരെ വേണമെങ്കിലും പ്രോഗ്രാം നടത്തുക, ആരും ഒന്നും പറയത്തില്ല. കാരണം അവിടെ ഒന്നും ഒരു വിഷയങ്ങളില്ല. ആവശ്യമുള്ളവർ കാണും, ബാക്കിയുള്ളവർ വീട്ടിൽ പോകും. ഇന്ന് അങ്ങനെയല്ല. പോലീസ് സെക്യൂരിറ്റിയോടുകൂടെ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റത്തുള്ളൂ. കലാരംഗമെല്ലാം അങ്ങനെ ആയിട്ട് മാറി, ഉത്സവ സ്ഥലങ്ങളെല്ലാം അങ്ങനെ ആയിട്ട് മാറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ദേശത്ത് ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ദേശത്തൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ തലമുറയിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങൾ ഒരുപോലെ തന്നെ വിചാരിക്കണം. ഉത്സവ സീസണുകളൊക്കെ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ഓരോ ക്ഷേത്രങ്ങളും നടത്തുന്ന ഉത്സവങ്ങൾ അതിൻ്റെ ആ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് മാറട്ടെ. കലാകാരന്മാരൊക്കെ നടത്തുന്ന പരിപാടികളൊക്കെ അതൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് മാറട്ടെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങളും അത് സമാധാനത്തിൻ്റെതായിട്ട് മാറണം. അതിന് ഞാനും നിങ്ങളും ഒരുപോലെ വിചാരിക്കണം. ഇന്ന് രാത്രിയിലും ഈ ചാനലിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എനിക്കും ഇതിനകത്തൊരു പങ്കുണ്ട്, ഞാനും ഇതിനകത്തൊരു പങ്കാളിയാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കും എല്ലാം ഞാനും നിങ്ങളും ഒരുപോലെ പങ്കാളികൾ. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, ആരെയും ചെളിവാരി അറിയാൻ പറ്റത്തില്ല. കാരണം ഞാനും അതേ അവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ സമൂഹം നന്നാകണമെങ്കിൽ ഞാൻ നന്നാകണം. ഞാൻ നന്നായാൽ ഈ സമൂഹം നന്നാകും, ഈ ദേശം നന്നാകും. അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ ഔദ്യോഗിക മേഖലയിലുള്ളവരും നമ്മൾക്ക് സഹായമായിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ നമ്മളും കൂടെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ ദേശത്ത് ഒരു ഉണർവുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ നല്ല മനസ്സുണ്ട്, ചീത്ത മനസ്സുണ്ട്. പലപ്പോഴും ചീത്ത മനസ്സ് മുന്നിൽ നിൽക്കും, നല്ല മനസ്സ് പുറകിൽ നിൽക്കും. എന്നാൽ ആ നല്ല മനസ്സിനെ പുറത്തു കൊണ്ടുവരുവാനും ആ നല്ല മനസ്സ് നമ്മളെ നയിക്കാനുള്ള ഇടയാക്കുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം. എങ്കിൽ മാത്രമേ ഈ സമൂഹം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം. നിങ്ങളും ഈ സമൂഹത്തിൻ്റെ മൂല്യച്യുതിയിലേക്ക് പോകുന്ന, അതായത് നല്ല രീതിയിലല്ലാതെ പുറകോട്ട് പോകുന്ന ഈ രീതികൾക്ക് ഞാനും നിങ്ങളും ഒരുപോലെ ഉത്തരവാദികളാണ്. അത് നമ്മളൊരിക്കലും മറന്നു പോകരുത്. ഇന്ന് രാത്രിയിലും ഇത് തന്നെ നിങ്ങൾ വിചാരിക്കണം. നാളത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ സമൂഹത്തിലേക്ക് നമ്മൾ വീണ്ടും കാലുകുത്തുക. നാളെ രാവിലെ പല കാര്യങ്ങളും കാണണ്ടാത്തത് കാണും, നമ്മൾ കേൾക്കേണ്ടാത്തത് നമ്മൾ കേൾക്കും. എന്നാൽ ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മളാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാനും പറയേണ്ടത് പറയാനും, തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പറയാനും അത് തിരുത്താൻ അതിനുള്ള ശ്രമം നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ മുന്നേറുമ്പോൾ ഈ സമൂഹം നന്നാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് ഞാനൊരു ഗുഡ് ബൈ തരിക. നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. നാളെ നിങ്ങൾ ഈ വീണ്ടും ജോലിയിലേക്ക്, ബിസിനസ്സിലേക്ക് ഒക്കെ മുന്നോട്ടിറങ്ങുമ്പോൾ നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ചിന്ത നമ്മൾക്കുണ്ടാകണം. എൻ്റെ അയലത്തുകാരൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളാണെന്നുള്ള വിചാരം വേണം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാനും ഉത്തരവാദിയാണ് എന്നുള്ളൊരു മനസ്സോടുകൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നാളത്തെ പ്രഭാതം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഇത്രയും സമയം ഇത് കേട്ടതിനായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുക. നാളെ പ്രഭാതത്തിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ഹാവ് എ സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.